അച്ഛൻ ഈ ഇടവക നടക്കുന്ന കാര്യം വല്ലതും അറിയുന്നുണ്ടോ? കുറച്ചു പേരുടെ പാപങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. കുമ്പസാരസ്യമല്ലേ, എനിക്കത് കപ്പിയാണെന്ന് പറയാൻ പറ്റുമോ? പിന്നെ അന്തോണിയായിട്ടും എന്റെ അടുത്തല്ലോ കുമ്പസാരിക്കാറ്, അതുകൊണ്ട് അതും എനിക്കറിയില്ല. ഈ ഇടവകയിലെ ആൾക്കാർ കുമ്പസാരിക്കുന്ന പാപം മുഴുവൻ എനിക്കും അറിയാം. എന്താണ് ഞാൻ പറഞ്ഞതാണ്. ഒന്ന്, കള്ളം പറഞ്ഞിട്ടുണ്ട്. രണ്ട്, അപ്പനെ അമ്മയെ ബഹുമാനിച്ചിട്ടില്ല. അല്ലേ? മൂന്ന്, ഞായറാഴ്ച കുർബാന മുടക്കിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ? ഇപ്പോഴും അന്തോണിയായിട്ട് ഇതൊക്കെ തന്നെയാണോ പറയുന്നത്? അപ്പനും അമ്മയും മരിച്ചാൽ പിന്നെ അതങ്ങ് കട്ട് ചെയ്തു. പിന്നെ കുട്ടിയും പള്ളിയിലുണ്ട്, അപ്പൊ അതും കട്ട്. ചുരുക്കത്തിൽ നോളറച്ചിന് മാത്രം അല്ലേ? അന്തോണിയേട്ടാ എന്താ പറഞ്ഞു? അച്ഛോ, അതിനുള്ള അച്ഛൻ ഞെട്ടു. ആദ്യമൊക്കെ പേര് പറ, എന്നിട്ട് തീരുമാനിക്കാൻ ഞെട്ടുമോന്നൊക്കെ. നമ്മുടെ പോസുട്ടില്ല, ഇന്നലെ അവനെ പോലീസ് വിളിച്ചു രാത്രി. എന്തിനാണെന്നറിയാവോ? കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചത്. ചിലതൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. നാട്ടുകാർക്കൊക്കെ എന്താ പറയാൻ കഴിയാത്ത? ഒക്കെ ചുമ്മാതായിരിക്കും. പിന്നെ നാട്ടുകാർ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതിന് ഇച്ചിരി കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇടവകയിൽ ഒരു കുട്ടിക്ക് മയക്കുമരുന്ന് മാഫിയുമായിട്ട് ബന്ധമുണ്ടെന്ന്. അതൊരു പെൺകുട്ടിക്ക്. ഞാൻ പറഞ്ഞില്ല അച്ഛൻ കേട്ടുവെന്ന്. എട്ടിയ കപ്പേരെ ഒരു എട്ടിലെടുത്തതാ. നമ്മുടെ ഇടവകയിലെ ഒരു കുട്ടിക്കല്ല, ഒരുപാട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ശീലമുണ്ട്. ഇതൊക്കെ അച്ഛനെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം, പക്ഷേ കുറെ കുട്ടികളൊക്കെ അതിന്റെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി പിന്മാറിയിട്ടുണ്ട്. എല്ലാം തലതെറിച്ച പിള്ളേരാ, ന്യൂ ജനറേഷൻ. ജനറേഷനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പേര്. പാതി കുറ്റം അവരുടെ മാതാപിതാക്കളുടെയാ. അച്ഛൻ എന്താ പറയുന്നത്? ഒരു പ്രായം കഴിഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും ഈ പിള്ളേരെ പറയാൻ നടക്കാൻ പറ്റുമോ? പറ്റും. സ്വന്തം അപ്പനും അമ്മയും ഈ മക്കളുടെ മനസ്സിലുണ്ടെങ്കിൽ അവർ പോകുന്നിടത്തൊക്കെ അവരും കാണും. അതിനവരെ സ്നേഹിക്കണം, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം, അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കണം. അപ്പൊ ഈ മാതാപിതാക്കൾക്കൊന്നും മക്കളോട് സ്നേഹമില്ലെന്ന് അച്ഛൻ പറഞ്ഞു വരുന്നേ? ഇല്ലെന്ന് ആര് പറഞ്ഞു? സ്നേഹം ഉള്ളതുകൊണ്ടാണല്ലോ മക്കൾ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്. തങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് അല്ലെങ്കിൽ തങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഒന്നും മക്കൾ അറിയാതിരിക്കാൻ അവർ ചോദിക്കുന്നതെല്ലാം എന്ത് വില കൊടുത്തും വാങ്ങിക്കൊടുക്കുന്നവരാ ഇവിടുത്തെ മാതാപിതാക്കൾ. അതൊന്നും സ്നേഹമില്ലാതിരിക്ക. അത് സ്നേഹം കൊണ്ട് മാത്രമല്ല, ഈ പിള്ളേർ ആഗ്രഹിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവര് നമ്മളിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് കൂടിയാ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്വന്തം മക്കളുടെ മനസ്സ് വില കൊടുത്തു വാങ്ങുന്ന പോലെ. അച്ഛൻ പറയുന്നത് നമ്മുടെ പിള്ളേർ ചോദിക്കുന്നൊന്നും വാങ്ങിച്ചു കൊടുക്കരുതെന്നാണോ? എന്നല്ല, അവര് ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാമെന്ന് ചിന്തിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. തങ്ങൾക്ക് കുടുംബത്തിൽ യാതൊരു വിലയുമില്ല എന്ന് ചിന്തിക്കുന്ന കുട്ടികളും. എന്തിന്? പരസ്പരം സംസാരിക്കാത്ത കുടുംബങ്ങൾ. ഇവിടെ കുട്ടികൾ മനസ്സ് തുറക്കാൻ പുതിയ പുതിയ കൂട്ടുകെട്ടുകൾ തേടി പോകുന്നു. അതില് നല്ലവരുമുണ്ടാകും, കെട്ടവരുമുണ്ടാകും. തന്റെ പ്രശ്നങ്ങൾക്ക് യാതൊരു പ്രതിവിധിയും ലഭിക്കില്ല എന്ന് കരുതുന്ന കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അഭയം കണ്ടെത്തുന്നു. മദ്യവെച്ച് നാട്ടിലൂടെ നടന്നാൽ, വീട്ടിൽ കയറി ചെന്നാൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കുമെന്നുള്ളത് കൊണ്ട്
കൂടുതൽ പേരും രുചിയും മണവുമില്ലാത്ത മാരകമായ മയക്കുമരുന്ന് തിരഞ്ഞെടുക്കുന്നു. മരണം വരെ സാധ്യമാകുന്ന മയക്കുമരുന്നിന്റെ നരകവാതിൽ അവിടെ തുറക്കുകയാണ്. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഈ പിള്ളേരെ കുറ്റം പറയുള്ളൂ. യുവന്മാർക്കിപ്പോ എല്ലാത്തിന്റെ കുറവാ. പഠിക്കാൻ സൗകര്യമില്ല. ഇന്റർനെറ്റോ ടോപ്പോ കൊടച്ചക്കറോ ഏതാണ്ടൊക്കെ. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇതൊന്നും ഇല്ലാന്ന് വെച്ചോ. പക്ഷേ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആരും ഇത്രയും മോശമായിട്ടില്ല. ശരിയാ കപ്പിയരെ, പണ്ടത്തെ തലമുറയ്ക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നു. പക്ഷേ അവർക്ക് നശിക്കാനുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നു. എന്നാ ഇന്നത്തെ പിള്ളേർക്ക് ഇത് രണ്ടിനുള്ള സൗകര്യം ഒരുപോലുണ്ട്. പിന്നെ ഈ പിള്ളേരിൽ അധികവും ഇവര് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാതെ ചെയ്യുന്നൊന്നുമല്ല. മയക്കുമരുന്നിന്റെ അടിമത്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ വീടെന്ന സ്വർഗത്തെ കുറിച്ച് അവൻ ഓർക്കാറില്ല. അവിടെ തന്നെയും കാത്തിരിക്കുന്നവരുടെ മുഖം അവന്റെ മനസ്സിൽ തെളിയാറില്ല. മയക്കുമരുന്ന് ഉപയോഗിച്ച് മദ്യപിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്തവരായി നാശത്തിന്റെ പടുകുഴിയിൽ പോകുന്നതിന് മുമ്പ് തന്റെ കുടുംബമാകുന്ന സ്വർഗത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ, ആ സ്വർഗവാതിൽ അവനായി തുറന്നു വെച്ചിട്ടൊന്ന് ചിന്തിച്ചാൽ, ഈ നാട്ടിലെ ഒരു മക്കളും ഒരു മകനും മകളും നരക കവാടത്തിലേക്ക് നടന്നു കഴിയില്ല. കപ്പേരെ, നമ്മുടെ കുടുംബം തന്നെയാണ് യഥാർത്ഥ സ്വർഗം. പക്ഷേ അത് നരകമാക്കുന്നതും നമ്മൾ തന്നെയാണ്.